ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. ഒരു ചെറിയൊരു വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. KSEBയിൽ 306 പേരെ നിയമിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി. അതിൽ 100 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആൻഡ് 50 സബ് എഞ്ചിനീയർ തസ്തികകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവ ഡയറക്റ്റ് പോസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല, പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 100 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർമാർക്കും 50 സബ് എഞ്ചിനീയർമാർക്കുമാണ് ഈ ഒരു ഘട്ടത്തിൽ നിയമനം ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കതിനെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയാലോ? യെസ്, ഇത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതേ പോസ്റ്റ് തന്നെ നിങ്ങൾക്ക് KSEBയുടെ ഒഫീഷ്യൽ സൈറ്റിലും കാണാൻ വേണ്ടി സാധിക്കും. KSEBയിൽ 306 പേരെ നിയമിക്കാൻ ശുപാർശ. KSEBയിൽ വിവിധ തസ്തികകളിലായി 306 ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഫുൾ ടൈം ഡയറക്ടർമാരുടെ യോഗം തീരുമാനിച്ചു. ടോട്ടൽ 306 ഒഴിവുകളുണ്ട്. ഞാനിവിടെ 100 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, 50 സബ് എഞ്ചിനീയർ എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഒരു ചാനലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളും ലിസ്റ്റിലുള്ളത് ഈ 2 ലിസ്റ്റുകളാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ 100 AE 50 സബ് എന്നുള്ള നമ്പർ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ഒരു എണ്ണം എന്ന് നോക്കിയാലോ? അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികയിൽ 40% PSC ക്വാട്ടയിൽ 100. ഓക്കെ, നമുക്കറിയാം KSEB AE അല്ലേ, KSEB AE ഇലക്ട്രിക്കൽ, അവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 40%. 40%. ആ 40%ത്തിൽ നിന്ന് 100 പേരെ ഉൾപ്പെടുത്തുന്നു. 40% 100 എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി 40% ഡയറക്റ്റ് കോട്ട വരുന്നുണ്ട്. ആ ഡയറക്റ്റ് കോട്ട പ്രകാരം ഇവിടെ വരുന്ന വേക്കൻസികൾ എത്രയാണ്? യെസ്, അവിടെ വരുന്ന വേക്കൻസികൾ എന്ന് പറയുന്നത് 227 വേക്കൻസികൾ നിലവിൽ ഉണ്ട്. ആ 227 വേക്കൻസികളിൽ 100 പേരെ ഇപ്പോൾ നിയമിക്കുന്നു എന്നുള്ളതാണ് മീനിങ് കേട്ടോ. യെസ്, ദെൻ സർവീസിലുള്ളവരിൽ നിന്നുമുള്ള 10% ക്വാട്ടയിൽ 50-ഉം സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികയിൽ 30% PSC ക്വാട്ടയിൽ 50-ഉം കണ്ടോ. അതായത് സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് 30% ഉണ്ട്. ആ 30% പ്രകാരം നിലവിൽ വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് 216 ആണ്. 216 ആണ്. ആ 216 പേരിൽ നിന്ന് 50 പേരെ ഇപ്പോൾ എടുക്കുന്നു എന്നുള്ളതാണ് മീനിങ് കേട്ടോ. ആ വാർത്ത വായിച്ചിട്ട് പലർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ 10% ക്വാട്ടയിൽ സർവീസിൽ ഉള്ളവരിൽ നിന്നും 50-ഉം ജൂനിയർ അസിസ്റ്റൻറ്റ് ക്യാഷ്യർ തസ്തികയിൽ 80% PSC ക്വാട്ടയിൽ 50-ഉം ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ തസ്തികയിൽ 33% PSC ക്വാട്ടയിൽ 6 ഒഴിവുകളാണ് PSCക്ക് റിപ്പോർട്ട് ചെയ്യുക. സോ ടോട്ടലായിട്ട് 306 പേർക്ക് ഈ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും, തസ്തികകൾ റിപ്പോർട്ട് ചെയ്യപ്പെടും കേട്ടോ. ഈ രീതിയിൽ ഇന്ന് വന്നിട്ടുള്ള ഒരു വാർത്തയാണ്, മലയാള മനോരമയിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ്. KSEB 306 റിപ്പോർട്ടുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടും. ഇതുവഴി നികത്താനാവുക ആകെ ഒഴിവിൻ്റെ 10-1 താഴെ മാത്രം. നിലവിൽ വേക്കൻസികൾ ഉണ്ട്, എന്നാൽ അത്രയും തന്നെ വേക്കൻസികൾ ഇപ്പോൾ നികത്തുന്നില്ല. ആകെ ഒഴിവിൻ്റെ 10-1 താഴെ മാത്രമേ ഈ നിയമനം വഴി നികത്താനാവൂ. അടുത്ത വർഷത്തെ വിരമിക്കൽ കൂടിയാകുമ്പോൾ വീണ്ടും ഒഴിവുകൾ വർദ്ധിക്കുന്നു. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികയിൽ PSC ക്വാട്ടയിൽ 50, സർവീസിൽ നിന്നുള്ളവരിൽ നിന്നും 50 വീതം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വിവരങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. ഇവ PSCക്ക് റിപ്പോർട്ട് ചെയ്ത ശേഷം നിലവിലെ റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും നിയമനം നടത്തും. നിലവിലെ ഏതൊക്കെ റാങ്ക് ലിസ്റ്റുകളുണ്ട്? യെസ്, സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ജൂനിയർ അസിസ്റ്റൻറ്റ് ക്യാഷ്യർ തസ്തികയിലെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ദെൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ. ഇന്നലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. സോ അതിന് പ്രകാരം ഈ പറയുന്ന നമ്പർ അനുസരിച്ച് അഡ്വൈസുകൾ പോകുന്നതായിരിക്കും. റിപ്പോർട്ട് ചെയ്യണം, ആദ്യം റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷം PSCയിൽ അഡ്വൈസുകൾ അവർ അയക്കുന്നതായിരിക്കും കേട്ടോ. യെസ്, KSEBയിൽ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള 30,321 തസ്തികകളാണ്. എന്നാൽ KSEBയിൽ പുനഃസംഘടനയുടെ ഭാഗമായി 4 വർഷമായി കാര്യമായ നിയമനം നടക്കുന്നില്ല. ഇതിനകം 6,000-ലധികം പേർ വിരമിച്ചതോടെ ജീവനക്കാരുടെ എണ്ണം ഏകദേശം 26,800 ആയി. അപ്പം ആ വേക്കൻസികളെ കുറിച്ചുള്ള ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നിലവിൽ സബ് എഞ്ചിനീയറുടെ PSC കോട്ട ഞാൻ പറഞ്ഞു, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിന് 30% ആണ് ഒഴിച്ചു വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു അല്ലേ.
സോ വർക്കിംഗ് സ്ട്രെങ്ത് നിലവിൽ 791 മാത്രമാണ്. കറണ്ട് സ്ട്രെങ്ത് അപ്രൂവ് ചെയ്തിട്ടുള്ളത് 1007 ആണ്. അപ്പോൾ അതിന് പ്രകാരം 216 വേക്കൻസികൾ സബ് എഞ്ചിനീയറിൽ നിലവിൽ ഉണ്ട്. അതിൽ 50 പേർക്ക് മാത്രമാണ് ഇപ്പോൾ നിയമനം ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദെൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, ഓക്കെ, PSC കോട്ട എന്ന് പറയുന്നത് 40%. അതിൽ കേഡർ സ്ട്രെങ്ത് അലൗഡ് ആയിട്ടുള്ളത് 921 സോറി, കറണ്ട് സ്ട്രെങ്ത് അല്ല കേട്ടോ, കേഡർ സ്ട്രെങ്ത് ആണ് 921. നിലവിലെ വർക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 694. അതിന് പ്രകാരം ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റിൽ വേക്കൻസികൾ 227 ഉണ്ട്. ഓക്കെ, നിലവിൽ ആ ഒരു 227 പേരുടെ ഗ്യാപ്പ് ഉണ്ട്. എന്നാൽ 100 പേരെ മാത്രമാണ് നിലവിലെ ഈ ഒരു സിറ്റുവേഷനിൽ നിയമിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇതൊരു ഓർഡറായിട്ട് ഇറങ്ങുകയും ചെയ്യും. അതിന് പ്രകാരം കേരള PSCക്ക് ഈ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടും. നിങ്ങൾക്ക് കേരള PSCയുടെ വെബ്സൈറ്റിൽ ഈ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് ആ സമയത്ത് കാണാൻ വേണ്ടി സാധിക്കും. ദെൻ അഡ്വൈസുകൾ പോവും, അതിനുശേഷം അപ്പോയിൻമെൻറ്റ് ഓർഡർ പോവും. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. സോ നിലവിലെ ഈ ഒരു അഡ്വൈസ് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി ഡീറ്റെയിൽസ് അറിയുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. യെസ്, സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്